ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജർ ഫാമിലി ബൈ ലോർ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കളർഫുൾ സോപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. മുൻപും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കുണ്ടായിരുന്നൊരു കുഞ്ഞ് ഓർഡറാണ് കേട്ടോ. സോപ്പ് വരുന്നത് മഞ്ചിഷ്ടയാണ്. അപ്പോൾ ഈ ഒരു സോപ്പ് എങ്ങനെയാണ് ചെയ്യണത്, അല്ലെങ്കിൽ ഇനി സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെഷർമെൻറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. കറക്റ്റായിട്ട് ഇതിൽ മെഷർമെൻറ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മൾ മഞ്ചിഷ്ട സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ മഞ്ചിഷ്ടയുടെ സ്റ്റെമ്മാണ് കേട്ടോ. ഈ ഒരു സ്റ്റെം ഉപയോഗിച്ചാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സ്റ്റെമ്മിന് പകരം നമുക്ക് പൗഡർ ആണെങ്കിലും യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് മഞ്ചിഷ്ട എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് അരിപ്പയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റെമ്മ് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു പിടിയൊക്കെ എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ DM വാട്ടറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും. സാധാ വാട്ടർ അല്ല, സാധാ വാട്ടറിൽ നിന്നുള്ള മിനറൽസും അയൺസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് DM വാട്ടർ. അപ്പോൾ ആ ഒരു DM വാട്ടർ ആ ഒരു മഞ്ചിഷ്ടം മുങ്ങിക്കിടക്കാനുള്ള രീതിയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മളൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഒരു മഞ്ചിഷ്ടയുടെ കളറൊക്കെ നല്ല രീതിയിൽ ആ ഒരു DM വാട്ടറിലോട്ട് ഇറങ്ങി നല്ലൊരു കളറിലായിരിക്കും നമ്മുടെ വാട്ടർ വരുന്നത്. അങ്ങനത്തെ ചെറിയ രീതിയിൽ ആ ഒരു വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ കിടന്ന് തിളച്ച് ആ ഒരു മഞ്ചിഷ്ടയുടെ കളറൊക്കെ നല്ല രീതിയിൽ DM വാട്ടറിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഈ കാണുന്നത്. നല്ലൊരു കളറിലാണ് നമ്മുടെ ആ ഒരു വാട്ടർ വന്നിരിക്കുന്നത്. അത്യാവശ്യം വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു വാട്ടർ നല്ല രീതിയിലൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് തണുത്ത് നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ അരിച്ചെടുത്ത ആ ഒരു മഞ്ചിഷ്ടയുടെ വാട്ടറാണ് ഈ കാണുന്നത്. ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മെഷർ ചെയ്തിട്ടില്ല. മഞ്ചിഷ്ടയുടെ വാട്ടർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് ബേസ് മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. എടുത്തിരിക്കുന്ന ബേസ് ഗ്ലിസറിൻ്റെ ബേസാണ്. ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ എടുത്തിരിക്കുന്നത്. ബേസ് നമ്മളൊരു 600 ഗ്രാമിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബേസും കൂടിയിട്ട് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് മെൽറ്റായി കിട്ടാനായിട്ട്. ആ നേരം കൊണ്ട് നമുക്ക് അതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു മിക്സിങ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മഞ്ചിഷ്ടയുടെ വാട്ടർ ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ആ ഒരു വാട്ടർ നമ്മളൊരു 26 ഗ്രാമിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഗ്രാം കൂടുതലായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മാറ്റിയതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മളൊരു 26 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെജ് ഗ്ലിസറിനാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഗ്ലിസറിൻ്റെ ബേസാണ് എങ്കിൽ കൂടി കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ നമ്മളൊരു 2 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അലോവേരയുടെ ജെല്ലാണ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു അലോവേരയുടെ ജെല്ല് 2 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേർക്കുന്നത് ഇത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. ഓയിലും ഒരു 3-4 ഡ്രോപ്സിൻ്റെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 30 ഗ്രാമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. വാട്ടർ, അതുപോലെ തന്നെ വെജ് ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ, അലോവേരയുടെ ജെല്ല്, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. മിക്സിങ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു സോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ കിട്ടിയ പോലെ കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനത്തെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ മോൾഡും എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഓവൽ ഷേപ്പിലുള്ള മോൾഡാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ആ നേരം കൊണ്ട് ഇത് നമ്മുടെ ബേസും ഇവിടെ നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ മെൽറ്റായിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അതങ്ങളും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓവറായിട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ പതവന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു 2-3 മിനിറ്റിനൊക്കെ അടുത്ത് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിലോട്ട് എക്സ്ട്രാ കളറുകൾ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആ ഒരു മഞ്ചിഷ്ടയുടെ നാച്ചുറലായിട്ടുള്ള കളറാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വാങ്ങി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രാഗ്രൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രാഗ്രൻസ് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, സോപ്പിന് സ്മെല്ല് വേണമെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ചെമ്പകത്തിൻ്റെ സ്മെല്ലാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 12 ml ഒക്കെ എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സാക്കിയതിന് ശേഷം ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമ്മൾ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. സമയം വഴുകുന്തോറും നമ്മുടെ സോപ്പ് പെട്ടെന്ന് കട്ടയാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ നമ്മളത് ചൂടോടുകൂടി തന്നെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. സിലിക്കൺ മോൾഡാണ് വരുന്നത്. പെട്ടെന്ന് അങ്ങനെ ഉരുകി
പോകുമെന്നൊക്കെ ചില കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോപ്പിൻ്റെ മോൾഡ് അങ്ങനെ ഉരുകി പോകത്തൊന്നുമില്ല, സിലിക്കൺ മോൾഡാണ് വരുന്നത്. അങ്ങനത്തെ നമ്മൾ 6 ഷേപ്പിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിൽ വരുന്ന ഒരു പദം നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് റബ്ബിംഗ് ആൽക്കഹോളും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റാവുന്നതാണ്. സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റുമ്പോൾ സോപ്പിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ ഒക്കെ അടുത്ത് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 3 മണിക്കൂറൊന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി സെറ്റ് ആയതിനു ശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ മഞ്ചിഷ്ടയുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ സോപ്പായിട്ട് അൺമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനത്തെ നമ്മൾ ആദ്യത്തെ സോപ്പ് ഇവിടെ അൺമോൾഡ് ചെയ്യുകയാണ്. നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളറിലാണ് നമ്മുടെ ഒരു സോപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോരോ സോപ്പായിട്ട് അൺമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനത്തെ നമ്മുടെ എല്ലാ സോപ്പും അൺമോൾഡ് ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. 6 സോപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്നെസ്സോട് കൂടിയിട്ടാണ് നമ്മുടെ സോപ്പൊക്കെ വന്നിരിക്കുന്നത്. സോപ്പെല്ലാം അൺമോൾഡ് ചെയ്തതിന് ശേഷമുള്ള അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി വെയിറ്റൊക്കെ നോക്കി പാക്കൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരോ സോപ്പിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. എല്ലാ സോപ്പിൻ്റെ ഒരു 100 ഗ്രാമിൻ്റെയൊക്കെ മോൾഡിൽ വരുന്നുണ്ട്. എല്ലാം കറക്റ്റ് ഗ്രാം അല്ല കേട്ടോ വരുന്നത്. പിന്നെ അതിന് ശേഷം ഇത് ക്ലിങ് ഫിലിം വെച്ചാണ് ഞാൻ കവർ ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മൾ എല്ലാ സോപ്പും ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. പിന്നെ ഇത് ട്രാൻസ്പെറൻറ്റ് കവറിലൊക്കെ ആക്കി പാക്ക് ചെയ്യുകയാണ് ഇനി അടുത്ത പരിപാടി. അതിന് ശേഷം സ്റ്റിക്കർ ഒന്ന് ഒട്ടിക്കാനുണ്ട്. ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. സ്റ്റിക്കറൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഇതേ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കാറ്. സോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ ഇനി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഈ ഒരു മെഷർമെൻറ്റിൽ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ എടുക്കുന്ന ബേസ് അനുസരിച്ച് ചേർക്കുന്ന അളവിൽ വ്യത്യാസമൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു മഞ്ചിഷ്ട സോപ്പിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മഞ്ചിഷ്ടയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ മുഖക്കുരുവൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ എക്സിമ, സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു മഞ്ചിഷ്ടം നല്ലതാണ്. സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് മഞ്ചിഷ്ടം നല്ലതാണ്. എക്സ്പയറി ഡേറ്റ് ഏകദേശം ഒരു 3 month ഒക്കെ വരും കേട്ടോ. നമ്മളെടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് അതിൽ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ചിഷ്ടയുടെ സോപ്പ് വരുന്നത്. ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിന് മെറ്റീരിയൽസ്, ഷാമ്പൂ, ഫേസ് വാഷ്, ലിപ് ബാം മേക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.